ഞാനിന്നേ വളരെ സന്തോഷത്തിലാണ്. എന്താണെന്നറിയോ, ഞങ്ങൾ കുറച്ച് ദിവസമായി പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങളുടെ കാർഡിയാക് വാർഡിൻ്റെ ഒരു പിക്നിക്കിന് പോവാണ് ഞങ്ങൾ. രാവിലെ തന്നെ മറിയം വന്ന് എന്നെ പിക്ക് ചെയ്ത് കറക്റ്റ് 10 മണിക്ക് പറഞ്ഞിരുന്ന മീറ്റിംഗ് പോയിൻ്റായ റെസ്റ്റോറൻറ്റിലെത്തി ഞങ്ങൾ. അവിടെ ഞങ്ങളെ കാത്തിരുന്നത് കപ്പയോ മീനോ ചപ്പാത്തിയോ പൊറോട്ടയോ ഒന്നും ആയിരുന്നില്ല. അതെ, ജർമ്മൻകാരുടെ ദേശീയ ഭക്ഷണമായ ബ്രെഡ് തന്നെയായിരുന്നു. പലതരം വെറൈറ്റി ബ്രെഡുകൾക്കൊപ്പം കളിയും ചിരിയുമായി 2 മണിക്കൂർ പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. അവിടുന്ന് നേരെ കാറിൽ കയറി പാട്ടും ഡാൻസുമായി നേരെ വച്ചു പിടിച്ചു അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ ബാർബറല്ലയിലേക്ക്. 20 യൂറോ എൻട്രൻസ് ഫീസ് കൊടുത്ത് വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അകത്ത് കയറി. അകത്ത് ചെന്നപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. കൊട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. ഒരു പൂ പോലും വരയ്ക്കാൻ അറിയാത്ത ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാണ്? പിന്നെ ഈ ചേച്ചിയുടെ വാക്കുകളായിരുന്നു എൻ്റെ മുന്നോട്ടുള്ള പ്രചോദനം. 20 യൂറോ എൻട്രൻസ് ഫീസ് കൊടുത്ത് അകത്ത് കയറുന്ന നമുക്ക് 20 യൂറോയിൽ കുറവുള്ള എന്ത് സാധനവും ഇവിടെ നിന്നെടുക്കാം. അതിൽ പെയിൻറ് ചെയ്യാം. തിരിച്ചു പോകുമ്പോൾ നമുക്കത് കൊണ്ടുപോവുകയും ചെയ്യാം. എന്തെടുക്കണമെന്നറിയാതെ തപ്പി നടക്കുന്ന എൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമുള്ളത് കൊണ്ടായിരിക്കണം എൻ്റെ കയ്യിൽ കിട്ടിയതും ഈ ഒരു ഹാർട്ടാണ്. ഇതിലെങ്ങനെ താജ്മഹൽ പണിയാം എന്നായിരുന്നു എൻ്റെ ചിന്ത. ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ? റെഡ് പെയിൻറ്റിൽ മുക്കിപ്പൊക്കിയെടുക്കുക, അത് തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളുടെ പ്രവൃത്തികൾ എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയത്. ഇവൾ എന്താണ് ഈ വെറുപ്പിച്ച് കളിക്കണതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ എൻ്റെ മോനെ, ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്ത് ഭംഗിയാണല്ലോ കാണാനായിട്ട്. ഇതിൽ നിന്നൊക്കെ പ്രചോദനം കൊണ്ട ഞാൻ എൻ്റെ ലൗഷ്യത്തിൻ്റെ മണ്ടയ്ക്ക് ലവ് യു ജസ്റ്റിൻ എഴുതി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അപ്പയ്ക്കത് ഗിഫ്റ്റായിട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു. ജർമ്മൻകാർക്ക് ഡിന്നർ നേരത്തെ കഴിക്കുന്നതാണല്ലോ താല്പര്യം. അതുകൊണ്ട് തന്നെ 6 മണിയായപ്പോൾ ഞങ്ങൾ നേരത്തെ റിസർവ് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടുത്തെ മെനുവിൽ നിന്ന് എനിക്ക് പറ്റിയ ഒരു ഡിഷ് കണ്ടുപിടിക്കുന്നത് ഇത്തിരി ടാസ്ക് ആയിരുന്നെങ്കിലും ഞാൻ ഓർഡർ ചെയ്ത ഫുഡുമായിട്ട് വന്ന ഇവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കണ്ണൊക്കെ ചിമ്മിയുള്ള ഇവൻ്റെ വരവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവനെ തന്നെ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ഇവൻ ഈ റെസ്റ്റോറൻറ്റ് മുഴുവൻ പാറി പറന്ന് നടക്കായിരുന്നു. അങ്ങനെ രാവിലെ 10 മണിക്ക് തുടങ്ങിയ ഞങ്ങളുടെ യാത്ര വൈകുന്നേരം 10 മണിയായത് ഞങ്ങൾ ആരും അറിഞ്ഞതേയില്ല. കളിയും ചിരിയും വർത്താനവും തമാശയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ദിവസമായിരുന്നു. ജർമ്മനിയിലെ ഇനി എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വിശേഷമൊക്കെ ആയിട്ട് കാണുന്നത് വരേക്കും ചൂസ്.